ഇതിനകത്ത് കുത്തുന്നില്ല അല്ലേ? ഇങ്ങനല്ല, സമാധി വിവാദം വന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞത്. നേരിട്ട് വന്നപ്പോൾ കുറേ കുട്ടികൾ മാറി വാനിയസ് കോളേജ് സാറിനെ കാണാൻ. നമസ്കാരം. സബ് കളക്ടർ OV ആൽഫ്രഡ്, നമുക്കറിയാം നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി സമാധിയായതിനു ശേഷം ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ OV ആൽഫ്രഡ് സബ് കളക്ടർ എല്ലാവരും നേരെ ചൊവ്വയൊന്ന് കാണുന്നത്. ആ OV ആൽഫ്രഡിനെ കണ്ടതോടുകൂടി ഈ നമ്മുടെ കേരളത്തിലെ തരുണീമണികളായ പെൺകുട്ടികളെല്ലാം കൊണ്ടിളവിയിട്ടുണ്ട്. അവരെല്ലാം സബ് കളക്ടറിൻ്റെ ബാക്കിലേ ആയിരുന്നു. സബ് കളക്ടർ ഒരു ഹീറോ ആയി മാറി. സബ് കളക്ടറെ കുറിച്ച് തിരക്കാതെ സബ് കളക്ടറെ ഇൻസ്റ്റാഗ്രാമിലും പ്രണയാഭ്യർത്ഥന അങ്ങനെ പലതുമായിട്ട് ഇങ്ങനെ കുറേ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. കൊച്ചു ചെറുക്കനെ അതിപ്പം പെൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സത്യം ഇത്രയും ചെറുപ്രായത്തിൽ ഒരു സബ് കളക്ടറൊക്കെ ആവുക എന്ന് പറഞ്ഞ ആ കഴിവും അത് കാണുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരു എന്താ ഒരു 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 കൗതുകം തോന്നും, ഒരു ഉത്സാഹം തോന്നും. ഒന്ന് പ്രേമിച്ചാൽ കൊല്ലാം, പ്രേമിച്ച് കഴിഞ്ഞ് കെട്ടി അതാ പക്ഷെ വീണാലോ ഭാവി സുരക്ഷിതമായില്ലേ എന്നൊക്കെ ചിന്തയൊക്കെ വരും. അതൊക്കെ ഓക്കെ, നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇന്നലെ നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിരുന്നു. അവിടെ സബ് കളക്ടർ ഒരിടത്ത് വന്നപ്പോൾ അവിടെ ഈ മാർവാനിയസ് കോളേജിലെ കുറേ പെൺകുട്ടികൾ ഒക്കെ ഈ സബ് കളക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അവിടെ വെച്ച് നമ്മളെ റിപ്പോർട്ടർ ചാനലിലെ ഒരാൾ വന്ന് ഈ പെൺകുട്ടികളോടും ഈ സബ് കളക്ടറോടും ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. സബ് കളക്ടറെ വിടാതെ പിന്തുടർന്നുകൊണ്ട് എങ്ങനെയെങ്കിലും സബ് കളക്ടറുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഈ പെൺകുട്ടികളെ പറ്റി എന്തെങ്കിലും ഒന്ന് വീണം എങ്ങനെയെങ്കിലും ഈ സബ് കളക്ടർ എന്ത് ചെയ്യണം, ഒന്ന് കോഴിയായി ചിത്രീകരിക്കണം, അതിനെ എടുത്ത് റേറ്റിംഗ് ഉണ്ടാക്കണം. ആ രീതിയിൽ ബാക്കിലേ നടന്ന് സബ് കളക്ടറെ ശല്യം ചെയ്യുന്ന ഒരു റിപ്പോർട്ടറെ കണ്ടു. അതായത് സത്യം പറഞ്ഞാൽ ആ സംഭവം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും യഥാർത്ഥ കോഴി ഈ റിപ്പോർട്ടറാണെന്ന് മനസ്സിലാവും. ലോക കോഴിയാണ് അവൻ്റെ ആ റിപ്പോർട്ടർ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലാണ് ആ സാധനം വന്നത്. നമുക്കത് കണ്ട് നമുക്ക് പ്രതികരിക്കാം. സബ് കളക്ടറെ കാണാൻ ഇരിക്കണോ? സബ് കളക്ടറെ കാണാൻ ഇരിക്കണോ? ഭയങ്കര കാര്യം. ഈ സ്വാമി വിവാദം വന്നപ്പോഴാണോ പുള്ളിയെ ശ്രദ്ധിക്കുന്നത്? ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഇങ്ങനല്ല, സമാധി വിവാദം വന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞത്. അവസാനം പറഞ്ഞ കൊണ്ടിന് കുറച്ചെടുക്കും കൂടുതലുണ്ട്. സമാധി വിവാദം വന്നപ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിഞ്ഞത്. പക്ഷേ ആ പ്രായത്തിൻ്റെ ഇതാണ്. ആ പ്രായത്തിൽ ഇത്രയും ചെറുപ്പമായുള്ള ഒരു സബ് കളക്ടറെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു കൗതുകം തോന്നും. പക്ഷെ അവിടെ ഇതിനെ ചൂഷണം ചെയ്യുകയാണ് ഈ റിപ്പോർട്ടർ. മരിച്ചു കിടക്കുമ്പോൾ നിനക്ക് ഇതിൻ്റെ ഇടയിൽ ഈ വോട്ടേഴ്സ് ഡേയിൽ വന്ന് എങ്ങനെ ഇതിനകത്തൊരു ഒരു കുരുപ്പുണ്ടാക്കാമെന്നാണ് നീ ശ്രമിക്കുന്നത്. മനസ്സിലായി? സബ് കളക്ടറെ കാണാൻ വന്നതാണോ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇവൻ ചെല്ലുന്നത് ഈ പെൺകുട്ടികളുടെ അടുത്താണ്. അതിനുശേഷം അടുത്തതും കൂടി കാണാം. നേരിട്ട് കാണുന്ന ഇപ്പോഴാണോ? നേരിട്ട് എവിടെ പഠിക്കും? ഞങ്ങളിവിടെ വന്നപ്പോൾ കുറേ കുട്ടികൾ മാറി വാനിയസ് കോളേജ് സാറിനെ കാണാൻ. ഭയങ്കരമായിട്ട് ആരാധകരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്ന നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 18 to 21 കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും. അപ്പോൾ എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് അതാണ് ഇല്ല, നമുക്കിപ്പം ഡിസ്കസ് ചെയ്യേണ്ടതും പബ്ലിക് ഡിസ്കോഴ്സിലായിട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം അതിൽ ഇന്ന് പ്രധാനം നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. ഇങ്ങനെ കുറെ ആളുകൾ വരുമ്പോൾ അവരോട് വോട്ട് ചെയ്യാൻ പറയത്തില്ല. നിങ്ങൾ കണ്ടില്ലേ കേട്ടോ? എങ്ങനെയെങ്കിലും ഞാനിവിടെ വന്നപ്പോൾ അവൻ്റെ കോഴി നമ്പർ 1 കോഴിയാണ്. ഞാൻ വന്നപ്പോൾ കുറേ മാർവേനിയൻസിലെ കുറേ പെൺകുട്ടികൾ വന്ന് ആരാധകരാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ സബ് കളക്ടറിന് മനസ്സിലായി അവൻ്റെ പോക്ക് എങ്ങോട്ടാണ്, അവൻ എന്തിനാണ് വാല് പൊക്കണേന്ന് സബ് കളക്ടറിന് കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെ ഇത് മൈൻഡേ ചെയ്തില്ല. ഇന്ന് നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്, അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ വീണ്ടും പറയണേ, എങ്കിലും ആരാധകർ അവരെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ എന്നുള്ള രീതിയിൽ വിടാതെ പിന്തുടരുകയാണ് ഇവൻ. എന്നിട്ട് അവസാനം ഈ സബ് കളക്ടർ ഇവനെ മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ ഉടനെ അടുത്ത് നിൽക്കുന്ന കുട്ടികളെടുത്ത് പറയുകയാണ്, കണ്ടോ പോയത് കണ്ടില്ലേ, നിങ്ങൾ എന്തെങ്കിലും അവിടെ കയറി ഇടപെടണമെങ്കിൽ ഇടപെട് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന സബ് കളക്ടർ. എത്ര പറഞ്ഞിട്ടും ഇല്ല, എന്നാലും ആരാധകരല്ലേ, അവരോട് എന്തെങ്കിലും പറയണ്ടേ. അവന് എങ്ങനെയെങ്കിലും ഈ പറയുന്ന സബ് കളക്ടറെ ഒരു കോഴിയായി ചിത്രീകരിക്കാൻ അവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴണം. ഇതാണ്. ഇനി അടുത്ത് നോക്കിയോ, അടുത്താണ് മെയിൻ സാധനം ഇരിക്കുന്നത്. ശരി, താങ്ക് യു. സാർ കണ്ണൂരാണോ വീട്? കണ്ണൂർ. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഇതിനു മുന്നേ പാലക്കാട്. ശരി, ഇതിനകത്ത് കുത്തുന്നില്ല അല്ലേ?
ഇന്ന് വോട്ടേഴ്സ് ഡേ ആണ്. ആ സെലിബ്രേഷൻ വന്നാണ്. എല്ലാവരും വോട്ട് ചെയ്യണം, തന്നെ പിന്തുടരുന്ന ആളുകളും വോട്ട് ചെയ്യണം, ഇതിൻ്റെ ഭാഗമാണോ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഊരി സബ് കളക്ടർ OV ആൽഫ്രഡ്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം ജിനീഷ് ജോസ് ഇവനാണ് ലോക കോഴി. കൊത്തുന്നില്ലേ എന്നാ ചോദിച്ചത്. ഇതിൽ കയറി കൊത്തുന്നില്ലേ എന്ന് സബ് കളക്ടറോട് ചോദിക്കുകയാണ്. മനസ്സിലായോ? ഇതിൽ കയറി നിങ്ങൾ കൊത്തുന്നില്ലേ എന്ന്. അപ്പോൾ ഇവൻ എത്ര ഇതാണെന്ന് നോക്കി വേണം. അവൻ ബാക്കിലേ നടന്ന് എന്ത് ചെയ്തു, നിങ്ങളുടെ വീട് കണ്ണൂരാണോ, എവിടെയാണ്, എന്താണ് എന്നൊക്കെ പോയി വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. മനസ്സിലല്ലോ? അപ്പോൾ സബ് കളക്ടർ പറയുന്നത് എന്താണ്, വേണ്ട നമുക്ക് ശരി ഓക്കെ എങ്ങനെയെങ്കിലും ഇവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഇവനെ തള്ളി ഉന്തി വിടുന്നത്. ഇവൻ ഈ ഒരു കോഴിത്തരം ഒരു ഊളച്ചിരിയുമായിട്ട് ഒരു വഷളം ചിരി എന്ന് പറയില്ലേ, ഒരു വഷളം ചിരിയുമായിട്ട് സബ് കളക്ടറിൻ്റെ ബാക്കിൽ നടക്കുകയാണ്. എന്നിട്ട് സബ് കളക്ടറിനോട് ചോദിക്കുകയാണ്, ഈ മണികളെ കണ്ടിട്ട് കൊത്തുന്നില്ലേ എന്ന്. എന്തുമാത്രമുണ്ട് ഇവൻ്റെ ഈ പറയുന്ന മാധ്യമധർമ്മം, എന്തുമാത്രം ഉണ്ടെന്ന് ചോദിക്കുക. സബ് കളക്ടറിൻ്റെ ചോദിക്കുകയാണ് കൊത്തുന്നില്ലേ എന്ന്. സബ് കളക്ടർ ഈ സമയത്ത് തിരിഞ്ഞ് ഇന്ന് എന്തെങ്കിലും കുട്ടിയിലെടുത്ത് 4 വർത്തമാനോ അല്ലെങ്കിൽ ചിരിക്കുകയോ കളിക്കുകയോ എന്തെങ്കിലും മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് യുവമാർ ഇതിനെ വലിയൊരു വാർത്തയാക്കിയാണ്. മനസ്സിലായോ? വാർത്തയിൽ നമ്മൾ ഈ പറയുന്ന ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളു. പക്ഷേ ഇതുപോലുള്ള ചില സംഭവങ്ങളുണ്ട്. അയാൾ ഈ പറയുന്ന സാധാരണ ഒരു മനുഷ്യനല്ല, ഒരു പൊസിഷനിൽ ഇരിക്കുന്ന മനുഷ്യനാണ്. അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള ജോലികളുണ്ട്. ചെറുപ്പമായി പോയി അവൻ്റെ കഴിവ് കൊണ്ട് അവൻ എന്ത് ചെയ്തു, IAS ഒക്കെ എഴുതിയെടുത്തു, അവൻ എന്ത് ചെയ്തു, സബ് കളക്ടറായി അല്ലേ. അപ്പോൾ ആ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഇവിടെ എന്തെങ്കിലും ഒരു വിവാദം കൊണ്ടുവന്ന് ഈ പറയുന്ന വോട്ടേഴ്സ് ഡേനെ കുറിച്ച് ഖമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. അവൻ അതിനെക്കുറിച്ച് ചോദിക്കേണ്ടിയില്ല. അവൻ ഈ വരുന്ന ആരാധകരെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് അവൻ്റെ ചോദ്യം. ഈ ആരാധകർ എന്ത് പറയുന്നു, കൊത്തുന്നില്ലേ, ബാക്കിൽ നടന്ന് ഒന്ന് കൊത്താൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ പറയുന്ന സബ് കളക്ടർ ഒന്ന് കൊത്തിയാൽ മതി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന നാണം കെട്ട ലോക കോടിയായി അവൻ ബാക്കിൽ നടക്കുകയാണ്, സബ് കളക്ടറെ ഒന്ന് കൊത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പെൺകുട്ടികളുടെ കേസ്, ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിലും നമുക്കറിയാലോ, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഈ എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇത്തിരി ഏതെങ്കിലും നല്ല പൊസിഷനിൽ ഇരിക്കുകയോ ഒരു ചെറുപ്പക്കാരനെ കണ്ട ഈ പെൺകുട്ടികൾ കുവേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിക്കോളും, ഒരു കുഴപ്പമില്ല. ഇതേ സമയത്ത് ആണുങ്ങളായിരുന്നെങ്കിലോ ഏതെങ്കിലും ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെ ഒരു പൊസിഷനിൽ വന്ന പയ്യന്മാർ ഇറങ്ങിയെന്ന് അവനെയൊക്കെ പിടിച്ചപ്പോൾ ജയിലിലിട്ടെന്നെ ഈ പറയുന്ന പിന്നീട് കളക്ടറെ ശല്യപ്പെടുത്തിയെന്നും പറഞ്ഞ് പൂവാല ശല്യം എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് ജയിലിലിട്ടെന്നെ. ഇവർക്കൊന്നും ഒരു ഗുരുവുമില്ല, ചുമ്മാ ഇങ്ങനെ ബാക്കിലേ നടക്കുകയാണ്. കളക്ടറല്ലേ, സബ് കളക്ടർ കൊച്ചു ചെറുക്കൻ, മനസ്സിലായോ? കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അത് പോട്ടെ, അത് അവരുടെ പ്രായത്തിൻ്റെ ഇത്. പെൺകുട്ടികൾക്ക് പൊതുവെയുള്ള സ്വഭാവം ഇത് തന്നെയാണ്. അതുവഴി അവർക്ക് ഫേമസ് ആണ്. ഇപ്പോൾ യവൻ വന്ന് എന്ത് ചെയ്തു, വീഡിയോ എടുത്തു, എല്ലാവരും അറിഞ്ഞു, അതുവഴി അവർക്കും 4 ആൾ അറിയും എന്നുള്ള. പക്ഷേ ഈ മാധ്യമം, ഇതെടുത്തവനൊരു മാധ്യമധർമ്മം ഇല്ലടേ. ഇതെന്തേടെ ഒരാൾ ഒഴിഞ്ഞു മാറാം. നമുക്ക് ഒരിക്കൽ ചോദിക്കാം, നിങ്ങളെ കുറേ ആരാധകർ വന്നിരിക്കുന്നത് എന്താണ് പറയാനുള്ളത്? പുള്ളിക്ക് അതിന് പിന്നീട് താല്പര്യമില്ല. നമുക്കിവിടെ സംസാരിക്കേണ്ടത് മറ്റു പല വിഷയവുമാണ്. നിങ്ങളെല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും വിടാതെ പിന്തുടർന്നുകൊണ്ട് നിങ്ങളൊന്ന് കൊത്തുന്നില്ലേ? ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറയും. നിങ്ങളുടെ ആരാധകരാണെന്നും പറഞ്ഞ് വഷണം ചിരിയോടുകൂടി ബാക്കിൽ നടക്കുന്ന ഇവനെക്കുറിച്ചൊക്കെ എന്താ പറയുള്ളത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നത്? നമുക്ക് വീണ്ടും കാണാം. ചെയ്യാം.